PSC പെൻഷൻ പ്രായം കൂട്ടാൻ പോവുകയാണെന്നൊക്കെയുള്ള ചില ന്യൂസ് വരുന്നുണ്ട് അല്ലെ. അങ്ങനെ പെൻഷൻ പ്രായം കൂട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വേക്കൻസികൾ, റിട്ടയർമെന്റ് കുറയുമ്പോൾ വേക്കൻസികൾ കുറയും, നിയമനം കുറയും. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇനി PSC പഠിച്ചിട്ട് വല്ല കാര്യമുണ്ട്, വേറെ വല്ല പണിക്കും പൊക്കൂടെ? ഈ ഒരു ചിന്തയിൽ സ്റ്റക്കായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക. ബിക്കോസ് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം, ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു വാക്കാണ്. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, കൃത്യമായി പഠിക്കുക, റിവിഷൻ നടത്തുക, പ്രാക്ടീസ് ചെയ്യുക. ഈ ട്രയാങ്കിളിന്റെ ഉള്ളിൽ വരിക എന്നുള്ളത് മാത്രമാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർ എഴുതുന്ന പരീക്ഷയാണെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ ഉള്ളിൽ മാത്രമേ റിയൽ കോമ്പറ്റീഷൻ ഉള്ളൂ. ലക്ഷങ്ങൾ പരീക്ഷ എഴുതുന്നെങ്കിലും ട്രയാങ്കിളിന്റെ ഉള്ളിൽ 10,000-10,000 ആൾക്കാർ മാത്രമേ കാണത്തുള്ളൂ. ഈ ടീംസ് ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും നല്ലൊരു ജോലി കിട്ടി പോയിരിക്കും. മറ്റുള്ളവരാണ് ഇത്തരം നെഗറ്റീവ് വാർത്തകൾക്ക് പുറകെ പോകുന്നത്. ബിക്കോസ് നമുക്കൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ പരിശ്രമം നടത്തുമ്പോൾ നമ്മുടെ തലച്ചോറ് പലപ്പോഴും നമ്മളെ ചതിക്കാറുണ്ട്. നെഗറ്റീവ് ചിന്തകൾ കൊണ്ടുവന്ന് ആ ഒരു എഫേർട്ടിൽ നിന്ന് നമ്മളെ പിന്നോട്ട് വലിക്കും. അതിന് തലച്ചോറ് പല കാരണങ്ങളും കണ്ടെത്തിക്കൊണ്ടിരിക്കും. നെഗറ്റിവിറ്റി ബയാസ് എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള കണ്ടീഷനാണത്. ബിക്കോസ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ബ്രെയിനിന്റെ പണി. നമ്മൾ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം ചെയ്യാൻ പോകുമ്പോൾ അതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാനായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ബ്രെയിൻ നമ്മളെ സ്വാധീനിക്കും. സോ ഇതല്ലെങ്കിൽ മറ്റൊരു കാര്യം നിങ്ങൾക്ക് പഠിക്കാതിരിക്കാൻ വേണ്ടി എന്തായാലും കിട്ടും. നിയമനം നടക്കുന്നില്ല എന്നുള്ള വാർത്തകൾ, അല്ലെങ്കിൽ പെൻഷൻ പ്രായം കൂട്ടുന്നു, ചപ്പ് ചവർ, ഇഷ്ടംപോലെ വാർത്തകൾ നിങ്ങൾക്ക് ഇനിയും കിട്ടും. ഇതൊക്കെ കേട്ട് പഠിക്കാതിരിക്കാനാണ് നിങ്ങൾ തീരുമാനമെങ്കിൽ മികച്ച തീരുമാനം. ബിക്കോസ് ഇതൊന്നും ബാധിക്കാതെ ആത്മവിശ്വാസത്തോടു കൂടി പഠിക്കുന്ന ഒരു സമൂഹമുണ്ട്. അവരാണ് ജനങ്ങളെ ഭരിക്കാൻ യോഗ്യരായിട്ടുള്ളത്. അവരാണ് കഷ്ടപ്പെട്ട് രാത്രി പകലാക്കി അധ്വാനിക്കുന്നത്. അവർക്ക് മാത്രമേ ജോലി കിട്ടാനുള്ള യോഗ്യതയുള്ളൂ. നിങ്ങൾ ശ്രമിക്കേണ്ടത് ആ ഒരു ക്രൗഡിന്റെ ഭാഗമാകാൻ വേണ്ടി മാത്രമാണ്. ഒന്ന് ആലോചിക്കുക, കഴിഞ്ഞ കേരള അഡ്മിനിസ്ട്രേറ്റീവ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വിളിച്ചപ്പോൾ വേക്കൻസി തുച്ഛമാണ്. പക്ഷെ ഞങ്ങളുടെ ബാച്ചിൽ നിന്ന് നല്ല രീതിയിൽ റാങ്ക് 1 സഹിതം ഞങ്ങൾക്ക് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. കാര്യം അവരുടെ മെന്റാലിറ്റി എന്താണെന്നറിയോ? നമുക്കൊരൊറ്റ വേക്കൻസി മതിയല്ലോ, എനിക്കൊരൊറ്റ വേക്കൻസി മതിയല്ലോ, ആ വേക്കൻസി ഉണ്ട്, അത് നേടിയെടുക്കുമെന്നുള്ള ആത്മവിശ്വാസവും അതിനുവേണ്ടി പ്രയത്നിക്കാൻ കഷ്ടപ്പെടാനുള്ള മനസ്സിന്റെ ധൈര്യവും ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഒരു ജോലി PSCയിൽ ഉറപ്പാണ്. ഈ പെൻഷൻ പ്രായം കൂട്ടുകയോ കൂട്ടില്ല, അതിലൊന്നും ഒരു കൺഫർമേഷനും കിട്ടിയിട്ടില്ല. പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. നിങ്ങൾ സീരിയസ് ആയി ഒരു PSC ആസ്പിറന്റ് ആണെങ്കിൽ നിങ്ങൾക്കൊരു ജോലി കിട്ടാവുന്ന ഏറ്റവും മികച്ച സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കൃത്യമായി എല്ലാ വർഷവും കലണ്ടർ പ്രസിദ്ധീകരിക്കുന്നു. ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ചിട്ടാണെങ്കിൽ വേക്കൻസികൾ ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുമെന്ന് പുതിയ ഗവൺമെന്റ് പറയുന്നു. ധാരാളം പരീക്ഷകൾ വരാൻ പോകുന്നു. ഈ അവസരങ്ങളെ കാണാതെ പോകില്ല. ഈ അവസരങ്ങളെ കാണാതെ ഉഴപ്പിയടിച്ചിരിക്കാനാണ് പലപ്പോഴും ഇത്ര എക്സ്ക്യൂസസുകൾ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. പിന്നെ ശ്രദ്ധിക്കുക, ഏത് പാർട്ടി ഭരിച്ചാലും ആ പാർട്ടിയെ കുറ്റപ്പെടുത്താൻ വേണ്ടി മറ്റ് പാർട്ടികൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് PSC. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പത്രം നോക്കിയാലും എവിടെ നോക്കിയാലും PSC പറ്റിയുള്ള കുറ്റപ്പെടുത്തലുകളും വാർത്തകളും മാത്രമായിരിക്കും നിങ്ങൾ കേൾക്കുക. പക്ഷേ നിങ്ങൾക്കൊരു ജോലി വേണമെങ്കിൽ ആത്മാർത്ഥമായി പഠിച്ചെങ്കിൽ PSC വഴി ആ ജോലി നേടിയെടുക്കാൻ സാധിക്കും. അപൂർവമായിട്ട് ചില പാകപ്പിഴകളൊക്കെ PSCക്ക് ഉണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. ഇതിപ്പോ നീറ്റ് എക്സാം ക്യാൻസൽ ചെയ്തില്ല, അതുപോലൊരു സാഹചര്യം ഒരിക്കലും കേരള PSCയിൽ ഉണ്ടായിട്ടില്ലല്ലോ. സിവിൽ സർവീസ് പരീക്ഷയിലെ പല പാകപ്പിഴകൾ ഉണ്ടാവുന്നുണ്ടല്ലോ. എന്ന് സിവിൽ സർവീസിന് പഠിക്കുന്ന കുട്ടികൾ പഠിത്തം ഉപേക്ഷിച്ചിട്ടിരിക്കുകയാണോ? നിങ്ങൾ അതേ സെൻസിറ്റീവ് ആവരുത്, അതാണ് ഞാൻ പറയുന്നത്. എല്ലാത്തിലും ചില ഇംപെർഫെക്ഷൻസും കാര്യങ്ങളൊക്കെ കാണും. അതിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ റെറ്റിക്കുലർ ആക്ടിവേഷൻ സിസ്റ്റം എന്നൊക്കെ പറയാം തലച്ചോറിൽ, അത് ഉപയോഗിക്കാം. അത് നിങ്ങൾ നെഗറ്റിവിറ്റിയിൽ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ എത്താൻ പറ്റില്ല. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു ഫാക്ട് ഉണ്ട്. കടൽ ഇരമ്പുന്നു എന്ന് കരുതി ഒരിക്കലും തോണിക്കാരൻ തുഴയാതിരിക്കില്ല. അതിർത്തിയിൽ ശത്രു സൈന്യം ഉണ്ടെന്ന് കരുതി ഒരിക്കലും ഒരു ഇന്ത്യൻ പട്ടാളക്കാരൻ പേടിച്ച് മാറി നിൽക്കില്ല. എടാ, സിംഹം കാട്ടിലെ വേട്ടയാടാൻ ഇറങ്ങുന്നത് സെൻസസ് എടുത്തിട്ടല്ല, എത്ര മൃഗങ്ങളുണ്ടെന്ന കണക്കെടുത്തിട്ടല്ല ഇറങ്ങുന്നത്. ആ മെന്റാലിറ്റിയിൽ വേണം നിങ്ങൾ ഓരോ പരീക്ഷയും പ്രിപ്പയർ ചെയ്യാൻ. വേക്കൻസിന് എണ്ണം നോക്കിക്കൊണ്ടിരുന്ന സമയം കളയരുത്. നിങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റി ടെലിഗ്രാമിൽ, യൂട്യൂബിൽ നോക്കി എത്ര കുട്ടികളാണ് ഓരോ ദിവസവും ജോലി കിട്ടി മികച്ച ഒരു ജീവിത സാഹചര്യത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാര്യം അവർക്ക് ഈ സീക്രട്ട് അറിയാം. മറ്റുള്ള ആൾക്കാർ നെഗറ്റീവ് വാർത്തകൾക്ക് പുറകെ മാത്രം പോകുമ്പോൾ സ്വാഭാവികമായിട്ടും കോമ്പറ്റീഷൻ കുറയും. ആ അവസരത്തിൽ കഷ്ടപ്പെട്ട് കുത്തിരുന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ജോലി സാധ്യത കൂടും. ബേസിക് ഡിമാൻഡ് ആൻഡ് സപ്ലൈ തിയറം മാത്രമാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ബാച്ചുകൾ 10th plus 2 ഡിഗ്രിയിലുള്ള ബാച്ചുകളിൽ ഞങ്ങൾ ശ്രമിക്കുന്നത് രണ്ട് കാര്യങ്ങൾ ചെയ്യാനാണ്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളെ ആ ഒരു ട്രയാങ്കിളിന്റെ ഉള്ളിലേക്ക് എത്തിക്കുക. ബിക്കോസ് അതിനകത്ത് മാത്രമേ കോമ്പറ്റീഷൻ ഉള്ളൂ. ഒരു വിദ്യാർത്ഥി ട്രയാങ്കിളിന്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ അവൻ ഇന്നല്ലെങ്കിൽ നാളെ ജോലി ഉറപ്പാണ്. ഇനിയാണ് രണ്ടാമത്തെ കാര്യം, മെന്റൽ സ്റ്റാമിന. കാര്യം ഈ ഒരു യാത്ര എന്ന് പറയുന്നത് പലതരത്തിലുള്ള അൺസർട്ടനിറ്റി, അനിശ്ചിതത്വങ്ങളുള്ളൊരു യാത്രയാണ്. അതിനെ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റണം. ഒരു ബ്യൂറോക്രാറ്റ് ആയി കഴിയുമ്പോൾ നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ട ക്വാളിറ്റി അത് തന്നെയാണ്. ക്രൈസിസിനെ മാനേജ് ചെയ്യാൻ പറ്റണം, അൺസർട്ടനിറ്റീസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ബാച്ചുകൾ റെഗുലർ ആയിട്ട് ഇത്തരം മോട്ടിവേഷൻ സെഷൻസ് കൊടുത്ത് കുട്ടികളുടെ ആ ഒരു എനർജി ഹൈ ഫ്രീക്വൻസിയിൽ നിലനിർത്താൻ ഞങ്ങൾ ശ്രമിക്കുന്നത്. സിലബസ് പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഇമോഷണൽ സപ്പോർട്ട് കൊടുത്താൽ മാത്രമാണ് ഒരു വിദ്യാർത്ഥിക്ക് ഹൈ പെർഫോമൻസ് ലെവലിൽ പരീക്ഷകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുക. ഇത്തരത്തിൽ ശാസ്ത്രീയമായ ക്ലാസ്സുകൾ നോക്കുന്ന വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ബാച്ചുകളിലേക്ക് വരാവുന്നതാണ്. LDC അല്ലെങ്കിൽ ഡിഗ്രി ലെവലൊക്കെ ലോങ് ടൈം ബാച്ചുകളോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന മെയിൻസ് പരീക്ഷകൾ, മറ്റ് എക്സാംസിനൊക്കെ തന്നെ ഞങ്ങൾ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാച്ചിന്റെ ഫുൾ ഡീറ്റെയിൽസ് ലഭിക്കും. സോ എനിക്ക് അവസാനമായി ഇത് മാത്രമേ പറയാനുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ നെഗറ്റീവ് ന്യൂസിന്റെ പുറകെ പൊക്കോട്ടെ. നാട്ടുകാരും വീട്ടുകാരൊക്കെ ഒരുപക്ഷെ പറയുന്നുണ്ടാവാം, എടാ പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ. പക്ഷെ ഇവിടെ തീരുമാനമെടുക്കേണ്ടത് നിങ്ങളുടെ വ്യക്തിത്വം മുന്നിൽ വെച്ചിട്ട് മാത്രമാണ്. കഷ്ടപ്പെട്ട്
അധ്വാനിച്ച് സ്വന്തമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ മാത്രം ഈ ഒരു ജേർണിയിലേക്ക് ഇറങ്ങാം. അതിന് ഫുൾ സപ്പോർട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഫ്രീ മോക്ക് ടെസ്റ്റിന്റെ മറ്റ് ക്ലാസ്സുകൾക്കൊക്കെ നമ്മുടെ ടെലിഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിന് ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മറ്റേ ഡയലോഗ് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. സിംഹം വേട്ടയാടാൻ ഇറങ്ങുന്നത് കാട്ടിലെ മൃഗങ്ങളുടെ എണ്ണം എടുത്തിട്ടല്ല, അതിന്റെ ആത്മവിശ്വാസത്തിന്റെയും സ്കില്ലിന്റെയും പുറത്ത് മാത്രമാണ്. ഈ യാത്രയിൽ തളരാതെ പഠിക്കാൻ റെഡി ആണെങ്കിൽ കൂടെ കൂടിക്കോളൂ. ഇപ്പം തന്നെ കമന്റ് സെക്ഷനിൽ വിജയിക്കും എന്ന് കമന്റ് ചെയ്യുക. ഒരു നെഗറ്റീവ് വാർത്തകൾക്കും നിങ്ങളെ തളർത്താൻ സാധിക്കരുത്.